അദ്ദേഹമാണ് ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി. AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം വരെ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ഒരു അവലോകനം, അതിൻ്റെ ഒരു തിരനോട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ അധ്യായത്തിലും എന്തെല്ലാം വിഷയങ്ങളാണ് ഭഗവാൻ പറയുന്നത്, എങ്ങനെയാണ് ഭഗവാൻ അർജുനനെ ക്രമേണ പടിപടിയായിട്ട് ആത്മജ്ഞാനത്തിലേക്ക്, ഈശ്വരജ്ഞാനത്തിലേക്ക്, കൃഷ്ണബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. 1-ാമത്തെ അധ്യായത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനന് ആത്മതത്വോപദേശം, ജീവാത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള ജ്ഞാനം, കർമ്മം അനുസരിച്ച് അർജുനൻ യുദ്ധം ചെയ്യേണ്ടതാണ്. ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ അർജുനന്റെ ധർമ്മം യുദ്ധം ചെയ്യുക തന്നെയാണ്. ഉദ്യോഗം അനുസരിച്ച് അർജുനൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ അർജുനൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ധ്യാനിച്ചിരിക്കാം, കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്, ഈ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവമാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മം ചെയ്യാതെ ശരീരം നിലനിർത്താൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. കർമ്മ നിയമവും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഭഗവാന് വേണ്ടി, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് നമ്മളെ ഉന്നതിയിലേക്ക് നയിക്കുന്നത്, മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നത്. അതിന് വിപരീതമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും കുടുക്കിയിടുന്ന തരത്തിലുള്ള കർമ്മങ്ങളാണ്. അതറിഞ്ഞു വേണം ഒരു വ്യക്തി പ്രവർത്തിക്കാൻ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അർജുനൻ അവസാനം ചോദിച്ചു, ഇതെല്ലാം അറിഞ്ഞിട്ടും, യജ്ഞകർമ്മങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും, അത് ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടും ഒഴുകാൻ സാധിക്കാത്തത്? പൂർണ്ണമായിട്ടും യജ്ഞകർമ്മങ്ങളിൽ ജനങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ട് വീണ്ടും വീണ്ടും പാപകർമ്മങ്ങളിലേക്ക് വീണുപോകുന്നു? അതിന് മറുപടി ഭഗവാൻ നൽകിയത് കാമമാണ് അതിന്റെ കാരണം. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യനം ഇഹ വൈരണം എന്ന് പറഞ്ഞു കൊടുത്തു. കാമത്താൽ ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ യജ്ഞകർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. അവർക്ക് അതിൽ വിശ്വാസമില്ലാതെ വീണ്ടും പാപകർമ്മങ്ങളിലേക്ക്, ഇന്ദ്രിയ തൃപ്തിയിലേക്ക് വീണുപോകും എന്ന് പറഞ്ഞു. അതിനെ എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്ന് ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, അല്ലെ? ഏവം ബുദ്ധേ പരം ബുദ്ധ സപ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. ആ കാമത്തിനെ എങ്ങനെയാണ് ജയിക്കേണ്ടത്? ഏറ്റവും ഉന്നതമായിട്ടുള്ളതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വിശുദ്ധമാകും, ഹൃദയം വിശുദ്ധമാകും. അങ്ങനെ വിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ പിന്നെ കാമത്തിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഉന്നതമായതിനെ കുറിച്ച് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാണ് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതീന്ദ്രിയ ജ്ഞാനം. ഏറ്റവും ഉന്നതമായത് എന്താണ്? ഏറ്റവും ഉന്നതമായത് ഭഗവാൻ തന്നെയാണ്, അല്ലെ? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ കിട്ടും? ഭഗവാനിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഭഗവാൻ ഈ ജ്ഞാനം മുമ്പ് സൂര്യദേവനായിട്ടുള്ള വിവസ്വാന ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഈ ജ്ഞാനം സാമാന്യ ജനങ്ങളിലേക്കും രാജർഷിമാരിലൂടെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി എന്നും ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ വീണ്ടും ആ ജ്ഞാനം അർജുനന് ഉപദേശിക്കാൻ താല്പര്യപ്പെട്ടു. കാരണം അർജുനൻ ഭഗവാന്റെ ഭക്തനായിരുന്നു. ഭക്തോസിനെ സഖാചേതി രഹസ്യം ഹേതദുത്തമം. അപ്പം ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജന്മകർമ്മങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതെങ്ങനെ നേടാൻ സാധിക്കും? ഹൃദയശുദ്ധി ആർജിച്ചാൽ മാത്രമേ അത് നേടാൻ സാധിക്കുള്ളൂ. ആ ഹൃദയശുദ്ധി ആർജിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ജ്ഞാനയജ്ഞം,
ധ്യാനയജ്ഞം, തപോയജ്ഞം, ഇങ്ങനെ സ്വാധ്യായ യജ്ഞം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളിലൂടെ ഹൃദയം ശുദ്ധിയാകുന്ന സമയത്ത് ജ്ഞാനം ലഭിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. മാത്രമല്ല മറ്റൊരു മാർഗത്തിലൂടെ നേരിട്ട് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കും. ഭഗവാനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയെ സമീപിച്ച് ആ വ്യക്തിയെ സേവിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദക്ഷിണ. അപ്പോൾ ആ ജ്ഞാനം കൊണ്ട് എല്ലാവിധ സംശയങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ആ സമയത്ത് വീണ്ടും അർജുനന് ഒരു സംശയമുണ്ടായി. ജ്ഞാനമാണ് ഏറ്റവും ഉയർന്നതെങ്കിൽ അങ്ങ് ഒരു പ്രാവശ്യം കർമ്മം ഉപേക്ഷിക്കാനും പറയുന്നുണ്ട്, പിന്നെ ജ്ഞാനത്തിൽ പ്രവർത്തിക്കാനും യോഗത്തിനായിട്ട് പ്രവർത്തിക്കാനും പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ശ്രേയസ്കരം എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത്, സന്യാസം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കില്ല. സന്യാസിയാണെങ്കിൽ പോലും അദ്ദേഹം കർമ്മം ചെയ്യണം. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർജിച്ചാലും കർമ്മമുണ്ട്. അർജുനൻ വിചാരിച്ചത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തി നേടി സമാധിയായി പിന്നെ ഒന്നും കർമ്മമൊന്നുമില്ല എന്നാണ് അർജുനൻ വിചാരിച്ചത്. പക്ഷെ ജ്ഞാനത്തിലും കർമ്മമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നത്. ആ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ട് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ, 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിവരിച്ചു പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ യഥാർത്ഥ സന്യാസി ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസീച്ച യോഗീച്ച ന നിരഗ്നിർ ന ചാക്രിയ. കർമ്മഫലങ്ങളെ ആശ്രയിക്കാതെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി എന്ന് ഭഗവാൻ പറഞ്ഞു. ഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് ഉയർന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്യാസിയാകാൻ സാധിക്കുകയുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു. ഭൗതിക സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ ശരീരമാണ്, എന്റെ ചുറ്റുപാടും ഉള്ള ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, ഇതെന്റെ രാജ്യമാണ്, ഇങ്ങനെയുള്ള ഭൗതിക സങ്കല്പത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്യാസിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്, ഭഗവാനെ സേവിക്കുന്നതാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ള ആത്മീയ ബോധത്തിലേക്ക് വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്യാസത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനു വേണ്ടിയിട്ടുള്ള മാർഗം എങ്ങനെ ഭൗതിക സങ്കല്പങ്ങൾ ഒഴിഞ്ഞ് ആത്മീയമായിട്ടുള്ള സങ്കല്പത്തിലേക്ക് വരാം, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സത്യത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ വരാം, അതിനുള്ള മാർഗമായിട്ടാണ് ഭഗവാൻ 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗം നിർദ്ദേശിച്ചത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ശുചൗദേശയെ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനം ആത്മന, ശുചിയായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഏകാഗി രഹസ്യസ്ഥിത, ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് ധ്യാനയോഗം പരിശീലിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു. ആ ധ്യാനയോഗം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. അതിന്റെ അവസാനം ഭഗവാനെ, പരമാത്മാവിനെ സ്വന്തം ഹൃദയത്തിൽ ഒരു വ്യക്തിക്ക് ദർശിക്കാൻ സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു യോഗിയായിട്ട് മാറാൻ സാധിക്കും. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു യോഗിയായിട്ട് മാറാൻ സാധിക്കും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞത് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള യോഗിമാരിൽ, കർമ്മയോഗി, ജ്ഞാനയോഗി, ധ്യാനയോഗി, ഇങ്ങനെയുള്ള യോഗിമാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ഭക്തിയോഗി തന്നെയാണ്. ഭഗവാന് നിരന്തരം മനസ്സിൽ ചിന്തിക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന 47-ാമത്തെ ശ്ലോകത്തിൽ, 6-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗിനാമപി സർവേഷാം മദ്ഗതേന അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമ സമേ യുക്തതമോ മത. എല്ലാ യോഗിമാരിലും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോഗി ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ നിരന്തരം മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്. മദ്ഗതേന അന്തരാത്മന, ഉള്ളിൽ ഭഗവാനെ തന്നെ കൊണ്ടു നടക്കുന്ന യോഗിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് പറഞ്ഞു. ശ്രദ്ധാവാൻ, ആ വ്യക്തിക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഭജതേ, അദ്ദേഹം ഭഗവാന് വേണ്ട എല്ലാവിധ സേവനങ്ങളും അർപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി. ഭക്തനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭക്തനെ കുറിച്ചാണ് പറഞ്ഞത്. എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും
ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുകയും ഭഗവാന് വേണ്ട എല്ലാവിധ സേവനങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഭക്തനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന 6-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഭഗവാനെ നിരന്തരം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന് സേവനം ചെയ്യുന്ന ഒരു യോഗിയായിട്ട് മാറാം എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത് ജ്ഞാനവിജ്ഞാന യോഗം. അതിൽ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു, മയാസക്തമനാപാർത്ഥ യോഗം യുജ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസിസി തക്ഷണോ. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞത്? നിരന്തരം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം വന്നുകൊണ്ട് ഭഗവാന് സേവനം അനുഷ്ഠിക്കുന്ന ഭക്തനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നത്? ശ്രദ്ധാവാൻ, ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകണം അല്ലെ? ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയാലേ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഭഗവാന് സേവനം അനുഷ്ഠിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാൻ എന്ത് സേവനമാണ് ആവശ്യം, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഭജതേ, ഭഗവാനെ ഭജിക്കുന്നവനാണ് ഏറ്റവും വലിയ യോഗി എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനെ ഭജിക്കണമെങ്കിൽ, ഭഗവാന് സേവനം സമർപ്പിക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയണം അല്ലെ? നമ്മൾക്ക് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആവണമെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനമന്ത്രിയുടെ കടമകൾ എന്തൊക്കെയാണ്, പ്രധാനമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പ്രധാനമന്ത്രിയെ സേവിക്കാൻ സാധിക്കൂ. അതേപോലെ ഭഗവാനെ കുറിച്ച് അറിയാതെ, ഭഗവാനെ കുറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ അറിയാതെ നമ്മൾക്ക് ഒരിക്കലും ഭഗവാനെ സേവിക്കാനോ ഭഗവാന്റെ ഭക്തനാകാനോ സാധിക്കുകയില്ല. നമ്മൾ വെറുതെ ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാനെ കുറിച്ച് അറിഞ്ഞാലേ ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതെങ്ങനെ സാധിക്കുമെന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. മയ്യാസക്തമനാപാർത്ഥ യോഗം യുജ്ജൻ മദാശ്രയ അസംശയം സമഗ്രമാൻ യഥാ ജ്ഞാസിസി തക്ഷണം. ഭഗവാനിൽ ആസക്തമായിട്ടുള്ള മനസ്സോടുകൂടി ഈ യോഗം, ഭഗവാൻ നേരത്തെ നിർദ്ദേശിച്ച യോഗം എങ്ങനെ ചെയ്യാം? മദാശ്രയം, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം? അസംശയം സമഗ്രം, ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ എങ്ങനെ മാറിക്കിട്ടും? ഭഗവാനെ പൂർണ്ണമായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെ, അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന് ചില ആളുകളൊക്കെ പറയും. ഭഗവാൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നു ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസംശയം സമഗ്രം, ഭഗവാനെ കുറിച്ച് എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. സമഗ്രമായിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതെങ്ങനെ സാധിക്കും? തച്ഛൃണു, കേൾക്കുന്നതിലൂടെ, ഭഗവാനിൽ നിന്ന് കേൾക്കുന്നതിലൂടെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ? ഒരു വ്യക്തിയെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് അറിയുന്നത് ആർക്കാണ്? ആ വ്യക്തിക്ക് തന്നെയാണ്. അതേപോലെ ഭഗവാനെ കുറിച്ച് ഏറ്റവും പൂർണ്ണമായിട്ട് അറിയുന്നത് ആർക്കാണ്? ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് കേൾക്കുന്നതിലൂടെ ഭഗവാനെ കുറിച്ച് സമഗ്രമായിട്ട് മനസ്സിലാക്കുന്നതിനും ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനും സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനം ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നു. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത യജ്ഞാത്വാ നേഹഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ തന്നെ വിവരിക്കാം എന്നാണ് പറയുന്നത്. ജ്ഞാനം തേ അഹം, നിനക്ക് ഈ ജ്ഞാനം ഞാൻ ഉപദേശിക്കാം. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. അശേഷത, എന്തൊക്കെയാണോ അറിയേണ്ടത് അതെല്ലാം പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്, ഒന്നും മാറ്റിവെക്കാതെ. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സൂത്രരൂപത്തിൽ. അതിനെ വിശദീകരിക്കുന്നതാണ് ഭാഗവതം. അപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതവുമാണ് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയുന്നതിനുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള ഈ ഒരു ജ്ഞാനം വളരെ അപൂർവമാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. മനുഷ്യന്മാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ
സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും ഭഗവാൻ പറയുന്നുണ്ട് 3-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ ആരൊക്കെയാണോ ഭഗവാനെ കുറിച്ച് അറിയാൻ അവർക്കൊക്കെയാണോ ഭാഗ്യം ലഭിക്കുന്നത്, അവർ വലിയ ഭാഗ്യശാലികളാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിമ്മാം വേത്തി തത്വത എന്നാണ് ഭഗവാൻ. ആയിരക്കണക്കിന് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈശ്വരനെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും എന്ന് പറയും. മനുഷ്യാണം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ. ആയിരക്കണക്കിന് ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ ഈശ്വരാന്വേഷണം നടത്തുന്ന ആളുകൾ 1-2 പേരായിരിക്കും. ആ ഈശ്വരാന്വേഷണം നടത്തുന്ന ആളുകളെയാണ് സിദ്ധയെ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അവരിൽ തന്നെ യതതാമപി സിദ്ധാനാം കശ്ചിമ്മാ വേത്തി തത്വത. ആ സിദ്ധന്മാരെ അല്ലെങ്കിൽ ഈശ്വരാന്വേഷികളെ എടുത്താലും അതിൽ 1-2 പേർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് യഥാർത്ഥ രീതിയിൽ അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയുന്നത് വളരെ അപൂർവമാണ്. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. കാരണം അവർ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൽ അത്ര താല്പര്യമില്ല. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയുന്നത് അപൂർവമായിട്ടുള്ള ഭാഗ്യമാണ്. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ കുറിച്ച് ആരാണോ അറിയുന്നത് അവർക്ക് പുനർജന്മമില്ല. ഭഗവാനെ കുറിച്ച് ആർക്കാണോ ബോധ്യപ്പെടുന്നത് അവർക്ക് പിന്നെ പുനർജന്മം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവർ ഭഗവാനെ കുറിച്ച് അറിഞ്ഞു. ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ അജ്ഞാനത്തിൽ ജനിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത്. ഇനി ഭഗവാനെ കുറിച്ച് എന്തെല്ലാമാണ് അറിയേണ്ടത്? ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചാണ് ആദ്യം ഭഗവാൻ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ, 7-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ താഴ്ന്ന തരം ശക്തികളെ കുറിച്ചാണ് ആദ്യം ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ താഴ്ന്ന തരം ശക്തികളെ 8 ഉണ്ട് എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് ഭഗവാൻ എണ്ണി എണ്ണി ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഭൂമി രാപോ അനലോ വായു ഖം മനോബുദ്ധിരേവച്ച അഹംകാരം ഇതീയമേ ഭിന്ന പ്രകൃതി അഷ്ടധ. ഭഗവാന്റെ ഭൗതിക ശക്തി, താഴ്ന്ന തരം ശക്തി 8 എന്നാണ് പറയുന്നത്. ഭിന്ന പ്രകൃതി ഏതൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങള് 5. അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം 3. 5, 3, 8. ഈ 8 സൃഷ്ടിച്ചിട്ടുള്ളതും അതിനെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഭഗവാനാണ്. ഈ 8 സൃഷ്ടിക്കാനോ നിയന്ത്രിക്കാനോ മനുഷ്യന് സാധിക്കുകയില്ല. നമ്മുടെ ശാസ്ത്രം എത്ര അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 8 ഒരെണ്ണം പോലും നമുക്ക് സൃഷ്ടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഭൂമി ആയാലും ജലമായാലും അഗ്നി ആയാലും വായു ആയാലും ആകാശമായാലും നമ്മൾക്ക് ഒരിക്കലും സൃഷ്ടിക്കാനോ അതിനെ നിയന്ത്രിക്കാനോ സാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ട് വിചാരിക്കും, ഇത് എന്റേതാണ്, ഈ ഭൂമി എന്റേതാണ്, ഈ ജലം എന്റേതാണ്, അല്ലെങ്കിൽ ഈ ഏരിയ, ഈ സ്ഥലം എന്റേതാണ് എന്നൊക്കെ നമ്മൾ തെറ്റായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് സൃഷ്ടിച്ചിട്ടുള്ളതും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനും ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ പറയുന്നു, ഭിന്നാമേ പ്രകൃതി അഷ്ടത. ഇത് എന്റെ ശക്തിയാണ്, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഭഗവാന്റെ ഉയർന്ന തരം ശക്തിയെ കുറിച്ചാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ താഴ്ന്ന തരം ശക്തിയാണ് എന്ന് പറഞ്ഞു. അപരയമിതസ്ത്വന്യാം പ്രകൃതിയും വിദ്യമേ പരാം. നേരത്തെ പറഞ്ഞിട്ടുള്ള 8 എന്താണ്? അത് അപരയമാണ്, താഴ്ന്നതാണ്. അപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നത്, പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 8 അപരയമാണ്. അപരയമിതസ്ത്വന്യാം പ്രകൃതി വിദ്യമേ പരാം. പരമമായിട്ടുള്ള ഉയർന്ന ശക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉയർന്ന ശക്തി ആരാണ്? ജീവഭൂതാം മഹാബാഹോ യേതം ധാര്യതേ ജഗത്. അത് ജീവാത്മാക്കളാണ്. ജീവാത്മാക്കളാണ് ഭഗവാന്റെ ഉയർന്ന ശക്തി എന്ന് പറയുന്നത്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ 8 ബോധമില്ല, അവർക്ക് അവബോധമില്ല, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, ചുറ്റുപാടും എന്താണ് നടക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പക്ഷെ ജീവാത്മാക്കൾക്ക് ബോധമുണ്ട്. മറ്റത് ജഡവസ്തുക്കളാണ്. 8 വസ്തുക്കളും ജഡങ്ങളാണ്. ജീവാത്മാക്കൾ ജീവനുള്ളതാണ്, അതിന് പ്രജ്ഞയുണ്ട്, ബോധമുണ്ട്. അതുകൊണ്ട് ആ ബോധമുള്ളത് കൊണ്ട് ജീവാത്മാക്കൾ ഉയർന്ന ശക്തിയാണെന്ന് പറഞ്ഞിരിക്കും. ആ ഉയർന്ന ശക്തി എന്താണ് ചെയ്യുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. യേതം ധാര്യതേ ജഗത്. ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള
മറ്റ് 8 വസ്തുക്കളെയും ഉപയോഗിക്കുന്നത് ഈ ജീവാത്മാക്കളാണെന്നാണ് പറയുന്നത്. നമ്മൾക്ക് അതിനെ ഉപയോഗിക്കാം. നമ്മൾക്ക് ഭൂമി ഉപയോഗിക്കാം, നമ്മൾക്ക് ജലം ഉപയോഗിക്കാം, നമ്മൾക്ക് വായു ഉപയോഗിക്കാം, നമ്മൾക്ക് ആകാശം ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാം. നമ്മൾക്ക് മനസ്സ് ഉപയോഗിക്കാം, ബുദ്ധി ഉപയോഗിക്കാം, അഹങ്കാരം ഉപയോഗിക്കാം, ഇതെല്ലാം ഉപയോഗിക്കാം. പക്ഷെ അതിനെ സൃഷ്ടിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. അതിന്റെ ഉടമ നമ്മളല്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഉടമ ഭഗവാനാണ്. അതിനെ നിയന്ത്രിക്കാനും സൃഷ്ടിക്കാനും ഭഗവാനെ സാധിക്കുള്ളൂ. അതിനെ ഉപയോഗിക്കാനാണ് ജീവാത്മാക്കൾക്ക് സാധിക്കുന്നത്. ഏതം ധാര്യതേ ജഗത്ത്. പക്ഷെ ഉപയോഗിച്ച് നമ്മളെന്ത് വിചാരിക്കും? ഇതെന്റേതാണെന്ന് വിചാരിക്കും. അതിനാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. എന്തെങ്കിലും നമ്മളൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇതെന്റേതാണ്, എന്റെ മൊബൈലാണ്, എന്റെ ലാപ്ടോപ്പാണ്, എന്റെ പുസ്തകമാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മളാണോ അതിനെ സൃഷ്ടിച്ചത്? സൃഷ്ടിച്ചത് നമ്മളായിരിക്കില്ല. പക്ഷെ നമ്മൾ എന്നാലും അതിൽ മിഥ്യയായിട്ട് ഉടമസ്ഥാവകാശം പ്രഖ്യാപിക്കും. അപ്പൊ എന്തായാലും ഇത് രണ്ടുമാണ് ഭഗവാന്റെ 2 തരം ശക്തികൾ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ താഴ്ന്ന തരം ശക്തികൾ, ജഡമായിട്ടുള്ള ശക്തികൾ, ബോധമില്ലാത്ത തരം ശക്തികൾ. ഭഗവാന്റെ ഉയർന്ന ശക്തി ബോധമുള്ള ജീവാത്മാവാണ് എന്നും പറഞ്ഞു. ഈ രണ്ടുമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത് എന്നാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏതത് യോനീനി ഭൂതാനി സർവാണിത്യുപധാരയം. നമ്മൾ ചുറ്റുപാടും കാണുന്നത് ഈ രണ്ടുമാണ്. എന്താണ്? ഭഗവാന്റെ താഴ്ന്ന തരം ശക്തിയും ഭഗവാന്റെ ഉയർന്ന തരം ശക്തിയും. ഇതാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനെ രണ്ടിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്ഥത. ഇതിന്റെ രണ്ടിന്റെയും ഉറവിടവും അതിനെ നിലനിർത്തുന്നതും അതിനെ ഇല്ലാതാക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ 2 ശക്തികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജീവാത്മാവിനെയും ഒരിക്കലും ഭഗവാൻ ഈശ്വരനായിട്ട് പറയുന്നില്ല. ജീവാത്മാവ് ഭഗവാന്റെ പ്രകൃതിയായിട്ടാണ് പറയുന്നത്. അല്ലെ, നമ്മൾ ഭഗവാന്റെ പ്രകൃതിയാണ്, നമ്മൾ ഒരിക്കലും ഈശ്വരനല്ല. ചില ആളുകൾ പറയാറുണ്ട്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ശക്തിയാണ്, അല്ലെ? ആ ശക്തിയായിട്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മളെ ഒരിക്കലും ഭഗവാനായിട്ട് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല. മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം ക്രോധം സൂത്രേ മണികണായിവ. ഏറ്റവും ഉന്നതമായിട്ടുള്ള സത്യം, പരമസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നിവിടെ പ്രഖ്യാപിക്കുന്നു. മത്തപരതരം നാന്യത്, ഭഗവാനേക്കാൾ ഉന്നതമായിട്ട് ഒരു ഈശ്വരനില്ല, അതിനേക്കാൾ ഉന്നതമായിട്ട് ഒരു സത്യവുമില്ല. ഭഗവാനിലാണ് എല്ലാ ജീവജാലങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഭഗവാന്റെ ശക്തികളിലാണ് ഇതെല്ലാം വർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. മൈ സർവമിതം ക്രോധം സൂത്രേ മണിഗണായവ. എല്ലാവരും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അല്ലെ, ഒരു മരത്തിൽ ഒരുപാട് ഇലകൾ ഉണ്ടാവും, എല്ലാ ഇലകളും മരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇലകൾ തമ്മിലല്ല പരസ്പരം ബന്ധം, ഓരോ ഇലയ്ക്കും മരവുമായിട്ടാണ് ബന്ധം. അതേപോലെ എല്ലാ ജീവാത്മാക്കൾക്കും ആരുമായിട്ടാണ് ബന്ധം? ഭഗവാനുമായിട്ടും ആണ് ബന്ധം എന്ന് പറയും. ഇനി ഭഗവാനെ ഓർക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞു, ഭഗവാനെ നിരന്തരം ഓർക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനെ ഓർക്കാം. എങ്ങനെ ഓർക്കാം എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ഈ ലോകത്തിൽ തന്നെ ഭഗവാന്റെ ശക്തികൾ വ്യത്യസ്ത രീതിയിൽ വ്യാപിച്ചിരിക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം. അതിനുള്ള ചില ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. വിഭൂതി യോഗത്തിൽ ഭഗവാൻ വിശദമായിട്ട് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ചുരുക്കം ചില ഭഗവാന്റെ വിഭൂതികൾ പറഞ്ഞ് അത് കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം. അതിന് ചില ഉദാഹരണങ്ങൾ ഭഗവാൻ 8ാമത്തെ ശ്ലോകം മുതൽ പറയുന്നുണ്ട്. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂരയോ. രസോഹമപ്സു കൗന്ദേയ. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലമാണ്. ആ ജലത്തിലെ രസമുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, ദാഹിച്ചു വലഞ്ഞു വരുന്ന സമയത്ത് ശുദ്ധമായിട്ടുള്ള കുറച്ച് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ഉന്മേഷം ഉണ്ടാവും. നമ്മുടെ ക്ഷീണമൊക്കെ മാറും, നമ്മുടെ ദാഹമില്ലാതാവും, നമുക്ക് ഉന്മേഷം ഉണ്ടാകും. കാരണം അതിലൊരു രസമുണ്ട്, ഉന്മേഷം പകർന്നു നൽകുന്ന ഒരു രസം അതിലുണ്ട്. ആ രസം ഭഗവാൻ തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത് എന്ന് ഭഗവാൻ പറയും. അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാൻ ഓർക്കണം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉന്മേഷം അത് ഭഗവാന്റെ ശക്തിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഭഗവാനെ നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. രസോഹം അപ്സു കൗന്ദയ പ്രഭ അസ്മി ശശിസൂരയോ.
സൂര്യചന്ദ്രന്മാരിൽ നിന്ന് വരുന്ന പ്രഭ, ആ പ്രകാശം, അത് ഭഗവാൻ കൊടുത്ത ശക്തിയാണ്. ഭഗവാന്റെ ശക്തിയാണ് സൂര്യചന്ദ്രന്മാരിലുള്ള പ്രകാശം എന്ന് പറയും. അപ്പൊ സൂര്യനെ കാണുന്ന സമയത്തും ചന്ദ്രനെ കാണുന്ന സമയത്തും നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഭഗവാന്റെ ശക്തികൾ നമ്മുടെ ചുറ്റുപാടും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഭഗവാനെ കാണുന്നില്ല എന്ന് വെറുതെ പറയുകയാണ്. ഭഗവാനെ കാണുന്നുണ്ട്, പക്ഷെ അത് ഭഗവാന്റെ ശക്തിയാണെന്ന് നമ്മൾ അറിയാത്തതാണ്. സൂര്യനെ കാണുമ്പോഴും ചന്ദ്രനെ കാണുമ്പോഴും അതിലെ പ്രഭ ഭഗവാന്റേത് തന്നെയാണ് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. പ്രണവ സർവവേദേഷു ശബ്ദഘേ പൗരുഷം നക്ഷു. പ്രണവം, ഓംകാരം, എല്ലാ വേദമന്ത്രങ്ങളും ആരംഭിക്കുന്നത് ഓംകാരത്തിലാണ്, അല്ലെ? ഓം സൂര്യായ നമഃ, ഓം ചന്ദ്രായ നമഃ, ഓം വരുണായ നമഃ എന്ന് പറഞ്ഞിട്ട് ദേവന്മാർക്കുള്ള എല്ലാ സ്തുതികളും ആരംഭിക്കുന്നത് ഓം എന്നുള്ള പ്രണവത്തിലാണ്. ആ പ്രണവം ആര് തന്നെയാണ്? പ്രണവം ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഭഗവാനാണ് യജ്ഞപുരുഷൻ. 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭോക്താറാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. അപ്പം എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. അതുകൊണ്ടാണ് എല്ലാ വേദമന്ത്രങ്ങളും ആരംഭിക്കുന്നത് ഓംകാരത്തിലായത്. ആ ഓംകാരം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. പ്രണവ സർവവേദേഷു. പ്രണവം, ഓംകാരം ഭഗവാൻ തന്നെയാണ്. ശബ്ദഘേ പൗരുഷം ദൃശും. ആകാശത്തിലെ ശബ്ദം, ആകാശത്തിലൂടെയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ആകാശത്തിലുള്ള എല്ലാ ശബ്ദത്തിന്റെ ഉറവിടം, നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളുടെ ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. ഏത് ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഓംകാരം കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്തും നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. പുണ്യോ ഗന്ധ പ്രതിവ്യാംശ. പുണ്യമായിട്ടുള്ള സുഗന്ധം, അല്ലെ? ചന്ദനത്തിന്റെ സുഗന്ധം, അതേപോലെ തുളസിപ്പൂവിന്റെ സുഗന്ധം, പനിനീർ പൂവിന്റെ സുഗന്ധം, കർപ്പൂരത്തിന്റെ സുഗന്ധം, ഇങ്ങനെയുള്ള സുഗന്ധങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അത് എവിടുന്ന് വന്നിട്ടുള്ളതാണ്? അത് ഭൂമിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളിലൂടെയോ ഒക്കെ പുറത്തേക്ക് വരുന്നതാണ്. ആ ഗന്ധത്തിന്റെ ഉറവിടവും ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഭൂമിക്ക് ആ ഗന്ധം കൊടുത്തിട്ടുള്ളത് ഭഗവാനാണ്. അപ്പൊ പുണ്യമായിട്ടുള്ള ഗന്ധം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. പുണ്യോ ഗന്ധ പ്രതിവ്യാംശ തേജസ്ചാസ്മി വിഭാവസോ. അഗ്നിയിൽ ചൂടായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അഗ്നിക്ക് ചൂടുണ്ട്, അത് നമ്മൾ പല വിധത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് അഗ്നിയുടെ ചൂടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ നമുക്ക് പാകം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? തീയുമായിട്ട് നമ്മൾ പെരുമാറുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. തേജസ് ചാസ്മി വിഭാവസോ. അതിൽ ആ ചൂട് എന്നുള്ള ശക്തിയായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതിൽ ചൂടില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ദിവസവും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ജീവനും സർവഭൂതേഷു തപശ്ചാസ്മി തപസ്സിഷു. എല്ലാ ജീവജാലങ്ങളിലും ജീവനായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. കാരണം എല്ലാ ജീവജാലങ്ങളിലും ജീവൻ പകർന്നു കൊടുത്തിട്ടുള്ളത് ആരാണ്? ഭഗവാനാണ്. അഹം ബീജപ്രദപിത. ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ പകർന്നു നൽകിയിട്ടുള്ളത്. ജീവൻ വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല, അല്ലെ? അച്ഛനമ്മമാർക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അച്ഛനമ്മമാർ ആ ശരീരമാണ് സൃഷ്ടിക്കുന്നത്, ജീവൻ കൊടുക്കുന്നത് ഭഗവാനാണ്. എല്ലാ ജീവജാലങ്ങളെയും കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അതിലുള്ള ജീവൻ എവിടുന്ന് വന്നിട്ടുള്ളതാണ്? ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. തപശ്ചാസ്മി തപസ്സിഷു. തപസ്സികളിൽ തപസ്സായിട്ടിരിക്കുന്നത്, ആ തപസ്സിന്റെ ശക്തിയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തപസ് ചെയ്യാനുള്ള പ്രേരണ അവർക്ക് നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. തപസ്സിന്റെ തന്നെ അവതാരമായിട്ട് ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ട്. നരനാരായണന്മാരുടെ അവതാരം തപസ്സിന്റെ അവതാരമാണ്. ആ തപസ്സിന്റെ അവതാരങ്ങളും ഭഗവാൻ തന്നെയാണ്. ഒരു വലിയ തപസ്യയെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ആ തപസ്സായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. ബീജമ്മാം സർവഭൂതാനാം വിധി പാർത്ഥ സനാതനം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം, ബീജം, അഹം ബീജപ്രദപിത. അവർക്ക് ആ ജീവൻ നൽകിയിട്ടുള്ളത് ഭഗവാനാണ്. ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം. ബുദ്ധിമാന്മാരിൽ ബുദ്ധിയായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുള്ളത് ആരാണ്? ഭഗവാനാണ്. ബുദ്ധി വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല, അല്ലേ? ബുദ്ധി നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഒരാൾക്കും ബുദ്ധി കൊടുക്കാൻ സാധിക്കില്ല. ടീച്ചർക്ക് കുട്ടിക്ക് ബുദ്ധി കൊടുക്കാൻ സാധിക്കില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ പഠിപ്പിക്കാമെന്ന് പറയും ടീച്ചർ. ബുദ്ധിയില്ല, അതുകൊണ്ട് എനിക്കൊന്നും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല, എത്ര പറഞ്ഞാലും തലയിൽ കയറുന്നില്ല എന്ന് പറയും. അപ്പം
ടീച്ചർക്ക് കുട്ടിക്ക് ബുദ്ധി കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്കൂളിന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധി കൊടുക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ബുദ്ധി ആരാണ് കൊടുക്കുന്നത്? ബുദ്ധി ഭഗവാനാണ് കൊടുക്കുന്നത്. ബുദ്ധിർ ബുദ്ധിമതാമസ്മി. അപ്പോൾ നമ്മളെക്കാൾ ഉയർന്ന ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മൾ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അവരിൽ ബുദ്ധിയായിട്ടിരിക്കുന്നത് ആര് തന്നെയാണ്? ആ ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് അവർക്ക് ബഹുമാനം കൊടുക്കാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഇദ്ദേഹം ഭഗവാൻ ഇഷ്ടപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ബുദ്ധി ഭഗവാൻ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. തേജസ്വിനാമഹം. തേജസ്വിയായിട്ടുള്ള വ്യക്തികൾക്ക് തേജസ് കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം. ആത്മീയമായിട്ടുള്ള ശക്തി, കാമരാഗങ്ങളില്ലാത്ത ആത്മീയമായിട്ടുള്ള ശക്തി ഭഗവാൻ കൊടുക്കുന്നതാണ്. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങൾ, അതും ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ്, അല്ലെ? ഒരു വ്യക്തി ധാർമ്മികനായി എന്ന് പറഞ്ഞത് കൊണ്ട് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? ധാർമ്മികമായിട്ടുള്ള ആഗ്രഹം ഭഗവാൻ തന്നെയാണ്, അല്ലെ? നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് പഠിക്കണം എന്നുള്ളത് ധാർമ്മികമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത് ഭഗവാൻ തന്നെ നൽകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ആത്മീയമായിട്ടുള്ള വ്യക്തി ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. യേ ചൈവ സാത്വികാഭാവ രാജസാസ് താമസാശ്ചയേ മത്ത ഏവേദി താൻ വിധി നത്വഹം തേഷു തേമയി. ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന, ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളും ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. സത്വഗുണമാണെങ്കിലും രജോ ഗുണമാണെങ്കിലും തമോ ഗുണമാണെങ്കിലും ഭഗവാന്റെ സൃഷ്ടിയാണ്. പക്ഷേ ഭഗവാൻ അതിനാൽ ബാധിക്കപ്പെടുന്നില്ല എന്നും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. മത്ത ഏവേദി താൻ വിധി നത്വഹം തേഷു തേമയി. ഭഗവാനെ അത് ബാധിക്കുന്നില്ല. ആ സത്വരജസ്തമോ ഗുണങ്ങൾ ഒരിക്കലും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ത്രിപുർഗുണമയേർ ഭാവേ ഏബി സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാവേദ്യ പരം അഭയം. ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഭഗവാനെ മറന്നുപോകും. മോഹിതം നാഭിജാനാതി, ഭഗവാനെ അറിയുന്നില്ല. ന അഭിജാനാതി, ഭഗവാനെ അറിയാൻ സാധിക്കാതെ വരും. അപ്പോൾ ഭൗതിക ലോകത്തിലുള്ള ആർക്കും യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് അറിയില്ല. കാരണം എന്താണ്? ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും ത്രിഗുണങ്ങളാൽ മോഹിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. മാമേദ്യ പരമഭയം. പരമപുരുഷനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണ് എന്നുള്ള സത്യം ഈ ഭൗതിക ലോകത്തിൽ ത്രിഗുണങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആ ത്രിഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ഭഗവാന്റെ മായാശക്തിയാണ് എന്ന് പറയും. ദൈവീഹേഷ ഗുണമയി. ഈ ഗുണങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഗുണമയി. ദൈവീഹേഷ ഗുണമയി മമ മായ. അത് ഭഗവാന്റെ മായാശക്തിയാണ്. ആ മായാശക്തിയെ ആർക്കും മറികടക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മമ മായ ദുരത്യയ. മായാശക്തി ആർക്കും മറികടക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ മായാശക്തിയെ മറികടക്കാനുള്ള വഴി എന്താണ്? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ് വഴി? മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ആരാണോ മായയുടെ ഉടമസ്ഥനായിട്ടുള്ള, മായയെ നിയന്ത്രിക്കുന്ന, മായയുടെ യജമാനനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, ആ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ പിന്നെ മായയുടെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറയാം. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ മായാശക്തിയിൽ നിന്ന് ഒരു വ്യക്തിക്ക്, ഒരു ജീവന് വിടുതൽ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റൊരു വഴിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നത്? ആരൊക്കെയാണ് ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകാത്തത് എന്ന് ഭഗവാനെ കൃത്യമായിട്ട് അറിയാം. അവരെ കുറിച്ചാണ് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. 4 തരം ദുഷ്കൃതികൾ ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു.
4 തരം ദുഷ്കൃതികൾ ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാവുന്നില്ല. എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവർ ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ ഭഗവാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ദുഷ്കൃതികളായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അവരാരൊക്കെയാണ് എന്ന് പറയുന്നത്? മൂഢന്മാർ, നരാധമ, നരന്മാരിൽ ഏറ്റവും അധമന്മാരായിട്ടുള്ളവർ, അപഹൃത ജ്ഞാനം, മായ കൊണ്ട് യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെട്ടവർ, ആസുരം ഭാവം ആശ്രിത, ആസുരികമായിട്ടുള്ള സ്വഭാവം പ്രാപിച്ചവർ. ഇങ്ങനെയുള്ള 4 തരം ദുഷ്കൃതികൾ ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നത് എന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതും 4 കൂട്ടർ തന്നെയാണ്. ചതുർവിധ ഭജന്തേമാം ജന സുകൃതിനോ അർജുന, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. സുകൃതികളായിട്ടുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള 4 കൂട്ടർ ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നുണ്ട്. അവരാരൊക്കെയാണ്? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ആർത്തന്മാർ, ദുഃഖിതന്മാർ, ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ, അവർ പുണ്യാത്മാക്കളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭഗവാനെ വിളിക്കും. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരും. അവർ ദുഃഖിതന്മാർ, ആർത്തന്മാർ അല്ലെ. ഗജേന്ദ്രൻ ദുഃഖം വന്ന സമയത്ത്, മുതല പിടിച്ച സമയത്ത് ഭഗവാനെ വിളിച്ചു. അത് ആർത്തന് ഉദാഹരണമാണ്. അതേപോലെ ജിജ്ഞാസു, എന്താണ് സത്യം എന്ന് അന്വേഷിച്ചറിയണം. പരമസമായിട്ടുള്ള സത്യം എന്താണ്, ഇതൊക്കെ അന്വേഷിക്കുന്ന വ്യക്തികൾ, അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നൈമിഷാരണ്യത്തിലെ മഹർഷിമാർ, ശൗനകാദി മഹർഷിമാർ സുഹൃത ഗോസ്വാമിയോട് പരമസത്യത്തെ കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ജിജ്ഞാസുക്കൾക്ക് ഉദാഹരണമാണ്. ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന വ്യക്തികളാണ്. അർത്ഥാർത്ഥി, വലിയ ധനം വേണം, ഐശ്വര്യം വേണം, വലിയ സമ്പത്ത് വേണം എന്നാഗ്രഹിക്കുന്ന, ഐശ്വര്യം ആഗ്രഹിക്കുന്ന സുഹൃതികൾ. അവര് സുഹൃതികളാണെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കും. ഭഗവാനെ, എന്റെ ദാരിദ്ര്യം മാറ്റി തരണമേ, എനിക്ക് വലിയ വീടുണ്ടാകണമേ, എനിക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകണമേ, എനിക്ക് ധാരാളം സമ്പത്ത് തരണമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവരാരും ശുദ്ധഭക്തന്മാരല്ല, എന്നാലും അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് മാത്രം അവര് സുഹൃതികളായിട്ട് മാറുകയാണ് ചെയ്തത്. ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രം ശുദ്ധഭക്തന്മാരല്ലെങ്കിൽ പോലും അവരൊക്കെ സുഹൃതികൾ എന്നുള്ള ഗണത്തിൽ പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ധ്രുവ മഹാരാജാവൊക്കെ ആദ്യം ധനം ആഗ്രഹിച്ചാണ്, അല്ലെങ്കിൽ വലിയ സാമ്രാജ്യം ആഗ്രഹിച്ചാണ് ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ശുദ്ധഭക്തനായിട്ട് മാറി. അപ്പോ അർത്ഥാർത്ഥി, അതേപോലെ ജ്ഞാനി, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഭഗവാനെ ശരണം പ്രാപിക്കും. ആ അറിവ് കിട്ടിയത് കൊണ്ട് അവര് ഭഗവാനെ ശരണം പ്രാപിക്കും. ഭഗവാനെ ശരണം പ്രാപിക്കേണ്ട വ്യക്തിയാണ്. ശരണ്യനാണ് ഭഗവാൻ, എല്ലാവർക്കും ആശ്രയം നൽകുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനി അല്ലെ. സനത് കുമാരന്മാരൊക്കെ ജ്ഞാനിയുടെ വിഭാഗത്തിലാണ് വരുന്നത്. അവർ പിന്നീട് ശുദ്ധഭക്തന്മാരായിട്ട് മാറി. അപ്പം ജ്ഞാനികൾ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്. ഈ സുഹൃതികളിൽ വെച്ച് അവർ ശുദ്ധൻ ഭക്തന്മാരല്ലെങ്കിൽ പോലും ജ്ഞാനികൾ ഏറ്റവും ഉയർന്നവരാണ് എന്ന് ഭഗവാൻ പറയും. കാരണം എന്താണ്? ജ്ഞാനികൾ ഒരിക്കലും ഭഗവാനെ വിട്ടുപോകുന്നില്ല. അവർക്കറിയാം ഭഗവാന്റെ പൊസിഷനെ കുറിച്ച്, ഭഗവാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് മനസ്സിലായത്? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനിക്ക് മനസ്സിലായത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ള സത്യം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രബദ്ധ്യതേ. 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ജ്ഞാനിയുടെ പ്രത്യേകത എന്താണ്? ആർത്തനും ജിജ്ഞാസവും അർത്ഥാർത്ഥിയും ഒക്കെ ചിലപ്പോൾ അവരുടെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ മറക്കാൻ സാധ്യതയുണ്ട്, വീണ്ടും മറ്റു മാർഗങ്ങളിലേക്ക് പോകാം. പക്ഷെ ജ്ഞാനി ഭഗവാനെ വിട്ടുപോകുന്നില്ല. ആ ജ്ഞാനി ശുദ്ധഭക്തനാകാൻ കൂടുതൽ സാധ്യതയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ജ്ഞാനി സുഹൃത്തികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ജ്ഞാനി എന്ത് മനസ്സിലാക്കുന്നു? ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രബദ്ധ്യതേ. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു ജ്ഞാനി ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. എന്ത് മനസ്സിലാക്കിയിട്ടാണ് ശരണം പ്രാപിക്കുന്നത്? വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഭഗവാൻ വാസുദേവനാണ്
എല്ലാം ഭഗവാന്റെ കാരുണ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രകൃതി മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ജ്ഞാനി ഭഗവാനെ ശരണം പ്രാപിക്കും. അത്തരത്തിലുള്ള ജ്ഞാനികളും വളരെ ദുർലഭമാണ്, കാണാൻ വളരെ വിരളമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ദുഷ്കൃതികളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു, സുകൃതികളെ കുറിച്ചും പറഞ്ഞു. രണ്ടും നാലു പേരാണ്. ഇനി എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഭഗവാനെ വിട്ടുപോകുന്നത്? ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് ഒരു വ്യക്തി വിട്ടുപോകാൻ എന്താണ് കാരണം? ഭഗവാന്റെ സേവനത്തിൽ നിന്ന് ഒരു ജീവാത്മാവ് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണമാണ് ഭഗവാൻ പറയുന്നത് 20ാമത്തെ ശ്ലോകത്തിൽ. കാമേസ്തേ ഹൃദജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തം നിയമമാസ്ഥായ പ്രകൃതിയാ നിയതാ സ്വയം. കാമത്താൽ ആ വ്യക്തിയുടെ ജ്ഞാനം നഷ്ടപ്പെടുന്ന സമയത്താണ് വ്യക്തി ഭഗവാന്റെ സേവനത്തിൽ നിന്ന് വിട്ട് മറ്റു പല സേവനങ്ങളും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവര് ചിലപ്പോൾ മറ്റു ദേവന്മാരെ ആരാധിക്കും, അല്ലെങ്കിൽ പിതൃക്കളെ ആരാധിക്കും, അല്ലെങ്കിൽ ഭൂതഗണങ്ങളെ ആരാധിക്കും, അല്ലെങ്കിൽ യക്ഷരാക്ഷസന്മാരെയൊക്കെ ആരാധിക്കും. കാരണം എന്താണ്? കാമം, അവരുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാനെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഹൃദജ്ഞാന മായ അപഹൃതജ്ഞാന, മായ അവരുടെ ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവരുടെ കാമം കൊണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ സ്റ്റെപ്പൊക്കെ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാമാത് ക്രോധോപിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ പ്രണശ്യതി. ഭഗവാനെ പൂർണ്ണമായിട്ടും മറന്നുപോകും. എന്നിട്ട് അവർ മറ്റു പലതിനെയും ആരാധിക്കാൻ തുടങ്ങും എന്ന് പറയുന്നത്. പക്ഷെ മറ്റു പലതിനെയും ആരാധിക്കണമെങ്കിലും ആ ആരാധനയ്ക്കുള്ള വിശ്വാസം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. ഒന്നിലും വിശ്വാസമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും ദേവനെങ്കിലും ആരാധിക്കാം. ആ വിശ്വാസം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇനി അങ്ങനെ ഒരു പ്രത്യേക ദേവനെ ആരാധിച്ച് അവർക്ക് ആ ദേവനിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ ദേവൻ നൽകുന്ന അനുഗ്രഹവും ഭഗവാന്റെ അനുമതിയോടുകൂടി ലഭിക്കുന്നതാണ്. ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒരു ദേവന് പോലും അനുഗ്രഹം നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് 22ാമത്തെ ശ്ലോകത്തിൽ. സതയാ ശ്രദ്ധയായുക്ത തസ്യാരാധനമീഹത്തെ ലഭതേച തതക്കാമാൻ മയ്യേവ വിഹിതാൻഹിതാൻ. ഞാൻ തന്നെയാണ് അതിന് അനുമതി നൽകുന്നത്. ഒരു ദേവനും സ്വന്തമായിട്ട് ഒരു അനുഗ്രഹം നൽകാൻ സാധിക്കും. ദേവൻ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇങ്ങനെ അദ്ദേഹം എന്റെ ഭക്തൻ ചോദിക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഭഗവാന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഉപദ്രഷ്ട അനുമന്ത, അനുമതിദായകൻ ആരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ സാങ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദേവനും ഒരു അനുഗ്രഹം നൽകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ദേവന്മാർ നൽകുന്ന അനുഗ്രഹം ഭഗവാൻ നൽകുന്ന അനുഗ്രഹം തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് 23ാമത്തെ ശ്ലോകത്തിൽ പറയും. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്തി അല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തോ യാന്തി മാമപി. ദേവന്മാർ നൽകുന്ന അനുഗ്രഹം ആ ജന്മം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നതാണ്. അടുത്ത ജന്മത്തിലേക്ക് ഉള്ള ഒരു അനുഗ്രഹം ദേവന്മാർ നൽകുന്നില്ല. ആ ജന്മത്തിൽ നല്ല വീട്, നല്ല കുടുംബം, നല്ല സമ്പത്ത്, നല്ല ഐശ്വര്യം, നല്ല സത്കീർത്തി ഇതൊക്കെ ഉണ്ടാകാനുള്ള അനുഗ്രഹം ദേവന്മാർ കൊടുക്കും. പക്ഷെ ആ ജീവാത്മാവിനോട് കൂടെ നിൽക്കുന്ന നിത്യമായിട്ടുള്ള ഒരു അനുഗ്രഹവും ദേവന്മാർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അന്തവത്വ ഫലം ദേശം, അതൊക്കെ താൽക്കാലികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്, അതിലൊന്നും ബുദ്ധിമാന്മാര് വീഴാറില്ല എന്ന് പറയും. തദ്ഭവത്തി അല്പമേധസം, അതൊക്കെ ബുദ്ധി കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് പറയുന്നത്. ദേവാൻ ദേവയുജോ യാന്തി, അങ്ങനെ ദേവന്മാരെ ആരാധിക്കുന്നവർ എവിടേക്കാണ് എത്തിച്ചേരുന്നത്? അവർ ദേവന്മാരുടെ അടുത്താണ് എത്തിച്ചേരുന്നത്, അല്ലെ? സൂര്യനെ ആരാധിക്കുന്നവർ സൂര്യന്റെ അടുത്തും, ഇന്ദ്രനെ ആരാധിക്കുന്നവർ ഇന്ദ്രന്റെ അടുത്തും, ചന്ദ്രനെ ആരാധിക്കുന്നവർ ചന്ദ്രന്റെ അടുത്തും ഒക്കെയാണ് എത്തിച്ചേരുന്നത്. മദ്ഭക്ത യാന്തി മാമപി, ഭഗവാൻ ആരാധിക്കുന്നവരാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് പോകുന്നത് എന്ന് പറയുന്നു. ഇനി ഭഗവാനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഭഗവാൻ പറയുന്നു. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ പരംഭാവം അജാനന്ദോ മമാഭയം അത്മം. ഭഗവാന്റെ ഈ രൂപം താൽക്കാലികമായിട്ട് ഉണ്ടായതാണ്. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് മാത്രമേ ഭഗവാന്റെ രൂപമുള്ളൂ, പിന്നെ ഭഗവാന്റെ രൂപമില്ല, പിന്നെ എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ശൂന്യമാണ് എന്നുള്ള ഒരു ധാരണ ചില ആളുകൾക്കുണ്ട്. അത് അവര് ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് പറയുന്നത്. മാം അബുദ്ധയ, ബുദ്ധിയില്ലാത്തവരാണ് ഭഗവാന്റെ രൂപമില്ല
എന്ന് പറയുന്നത്. ഭഗവാന്റെ രൂപം ഒരിക്കലും നശിക്കാത്തതാണ്, സനാതനമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റേത്. സച്ചിദാനന്ദ വിഗ്രഹം, സച്ചിത് ആനന്ദ, ഒരിക്കലും നശിക്കാത്തതാണ് ഭഗവാന്റെ രൂപം. അതറിയാത്ത ആളുകൾ ബുദ്ധിമാന്മാരല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? ചില മതങ്ങളിലൊക്കെ പറയുന്നത് തന്നെ ഈശ്വരന് രൂപമില്ല, ഈശ്വരന് രൂപമില്ല എന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ മതത്തിലേക്ക് പ്രവേശനമുള്ളൂ. അവരൊക്കെ അബുദ്ധയന്മാരാണ്, ബുദ്ധി ഇല്ലാത്തവരാണ് എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. കാരണം ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവാന് അതീന്ദ്രിയമായിട്ടുള്ള രൂപമുണ്ട്. ഭഗവാന്റെ രൂപം ഒരിക്കലും നശിക്കാത്തതാണ്, അല്ലെ? അനന്തരൂപം, ഭഗവാൻ അനന്തമായിട്ടുള്ള രൂപമുണ്ട്, അത് സച്ചിദാനന്ദമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് എന്ന് പറയും. പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള ഈ രഹസ്യങ്ങളൊന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമജം അഭയം. ഭഗവാനെ ശരണം പ്രാപിക്കാതെ, ഭഗവാനെ സേവനം ചെയ്യാതെ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം എന്താണ്? യോഗമായ സമാവൃത, ഭഗവാന്റെ രഹസ്യങ്ങളൊക്കെ യോഗമായ ശക്തി കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്തത് കൊണ്ടോ തർക്കങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാന് സേവനം ചെയ്ത്, ഭഗവാന്റെ ഭക്തന്മാർക്ക് സേവനം ചെയ്ത്, ആ ഭഗവാന്റെ ഭക്തന്മാരിലൂടെയാണ് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമായ ജ്ഞാനം ജീവാത്മാക്കൾക്ക് കിട്ടുന്നത് എന്ന് പറയും. പക്ഷെ ഭഗവാന് ഒന്നും ഒരിക്കലും അജ്ഞാനം ബാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ ഒരിക്കലും ഒന്നും ഒരു ജ്ഞാനവും നഷ്ടപ്പെടുന്നില്ല. ഭഗവാൻ എന്തൊക്കെ അറിയാം എന്ന് 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. വേദാഹം, ഭഗവാൻ എന്തൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെ അറിയാം എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. സമതീതാനി, നേരത്തെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം എന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു, മുൻ യുഗങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു, മുൻ കൽപ്പങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു, മുന്നത്തെ സൃഷ്ടിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത്, ഭഗവാൻ ഇതിന്റെ മുന്നേ ഏതെല്ലാം അവതാരങ്ങൾ എടുത്തു വന്നു, ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, ഇതെല്ലാം ഭഗവാൻ വ്യക്തമായിട്ട് അറിയാം. സമതീതാനി, മുൻകാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു. വർത്തമാനാനി ചാർജുന, ഈ സമയത്ത് ഓരോ പ്രപഞ്ചത്തിലും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ പ്രപഞ്ചത്തിലും നടക്കുന്ന കാര്യങ്ങള് ഭഗവാന് ലൈവായിട്ട് അറിയാൻ സാധിക്കും. വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി, ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഭഗവാൻ അറിയാം. ഭൂതാനി, ഓരോ ജീവജാലങ്ങളെയും പേഴ്സണൽ ആയിട്ട് ഭഗവാൻ അറിയാം എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയുടെ പേഴ്സണൽ ഡാറ്റ ഏറ്റവും വ്യക്തമായിട്ട് അറിയുന്നത് ആർക്കാണ്? ഭഗവാനാണ്. കാരണം ആ വ്യക്തി മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ഭഗവാന് ഒരു വ്യക്തിയുടെ എല്ലാ പൂർവകാല ചരിത്രവും ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. നീ മുന്ന ജന്മത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ മുന്നത്തെ ജന്മത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാ ജന്മത്തിലെ കാര്യവും പേഴ്സണൽ ആയിട്ട് ഓരോ ജീവാത്മാവിനെ കുറിച്ചും, ആ ജീവാത്മാവിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും, ആ ജീവാത്മാവിന്റെ ഇന്റൻഷൻ, അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചും ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. കാരണം ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. യേശാം ദ്വന്ദ്ഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്മോഹ നിർമുക്ത ഭജന്തേമ ദൃഢപ്രദ. എല്ലാവരും ഭഗവാന്റെ ഭജനയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നില്ല. ആരാണ് ഭഗവാനെ ദൃഢപ്രദന്മാരായിട്ട് ഭജിക്കുന്നത് എന്നാണ് പറയുന്നത്. യേശാം ദ്വന്ദ്ഗതം പാപം ജനാനാം പുണ്യകർമ്മണാം, പൂർവജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്ത് പാപങ്ങളൊക്കെ നശിച്ചിട്ടുള്ളവരാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നത്. അവർക്ക് മാത്രമേ ഭഗവാനിൽ ദൃഢവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. പാപങ്ങൾ നശിക്കാതെ ഭഗവാനിൽ ദൃഢവിശ്വാസം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. യേശാം ദ്വന്ദ്ഗതം പാപം ജനാനാം പുണ്യകർമ്മണം, പൂർവജന്മത്തിൽ ഒരുപാട് പുണ്യങ്ങൾ, ഭഗവത് സേവനം ഇതൊക്കെ ചെയ്ത് പാപം നശിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ ദൃഢവിശ്വാസം ഉണ്ടാകും. അങ്ങനെ അവർക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവര് ദൃഢപ്രദന്മാരായിട്ട് ഭഗവാനെ ഭജിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജരാമരണ മോക്ഷായ മാമാശ്രിത്യ യദന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണ അധ്യാത്മം കർമ്മ ച അഖിലം. ജരാമരണ മോക്ഷായ, ജരാമരണങ്ങളിൽ നിന്ന്
മോചനം ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തി ഭഗവാനെ തന്നെ ഭജിക്കണം എന്നാണ് പറയുന്നത്. കാരണം മറ്റു ദേവന്മാർക്ക് ഈ മോക്ഷം, ഭൗതിക സ്വർഗത്തിൽ നിന്നും മോക്ഷം നൽകാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഭഗവാൻ മാത്രമേ മോക്ഷം നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ മുകുന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ എന്ത് കൊടുക്കും? മോക്ഷം കൊടുക്കും എന്ന് പറയും. ഇനി ഭഗവാനെ കുറിച്ച് 3 കാര്യങ്ങൾ ഒരു ജീവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മരണസമയത്തും ഭഗവാനെ ഓർക്കാനുള്ള അവസരം ഭഗവാൻ നൽകുമെന്ന് പറയുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മരണസമയത്ത്, അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കാനുള്ള ഓർമ്മശക്തി ഭഗവാൻ തന്നെ കൊടുക്കും, അല്ലെ? കാരണം അവസാന സമയത്ത് നമ്മൾ എന്തൊക്കെ ചിന്തിക്കും, നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ഭഗവാൻ തന്നെ അത് നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. അതിന് ഭഗവാനെ കുറിച്ച് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? സാ അധിഭൂതാദി ദൈവം മാം സാധിയജ്ഞം ചെയ്യേവിതു പ്രയാണകാലേപിച്ച മാം തേവിതു യുക്ത ചേതസ. സാ അധിഭൂതാദി ദൈവം മാം. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും അധിപനാണ്. സ അധിഭൂതം. ഭഗവാനെ സ അധിഭൂതനായിട്ട് അറിയണം. എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തി ഭഗവാനാണ്. അതേപോലെ സാധി ദൈവം. എല്ലാ ദേവതമാരുടെയും അധിപനും ഭഗവാൻ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും അധിപൻ ഭഗവാനാണ്. എല്ലാ ദേവതമാരുടെയും അധിപൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. സ അധിഭൂതാദി ദൈവം മാം സ അധിയജ്ഞം ചെയ്തു. എല്ലാ യജ്ഞങ്ങളുടെയും അധിപനും ഭഗവാൻ തന്നെയാണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, സാധിയജ്ഞം ഏ വിധു, ആരാണോ ഈ സത്യം മനസ്സിലാക്കുന്നത്, ഏ വിധു, വിധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ആരാണോ അറിയുന്നത്, ആർക്കാണോ അത് അറിയാൻ സാധിക്കുന്നത്, പ്രയാണകാലേ പിച്ചമാം, പ്രയാണ സമയത്ത്, അവസാന സമയത്ത്, മാം തേ വിദുർ യുക്ത ചേതസ, അവർക്ക് ഭഗവാനെ ഓർക്കാനുള്ള ആ ഓർമ്മശക്തി ഭഗവാൻ തന്നെ ഹൃദയത്തിലിരുന്ന് നൽകും. അതിനെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയേണ്ട 3 കാര്യം എന്താണ്? ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും അധിപനാണ്, എല്ലാ ദേവന്മാരുടെയും അധിപനാണ്, എല്ലാ യജ്ഞങ്ങളുടെയും അധിപതിയും ഭഗവാൻ തന്നെയാണ് എന്നറിയുന്ന വ്യക്തിക്ക് അവസാന സമയത്ത് ഭഗവാനെ ഓർക്കാനുള്ള അവസരം ഭഗവാൻ തന്നെ നൽകും. ഇനി അവസാന സമയത്ത് എന്താണ് ഓർക്കേണ്ടത്? അവസാന സമയത്ത് ഒരു വ്യക്തി എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടത്? അതിനുള്ള വിദ്യ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അവസാന സമയത്ത് ഒരു വ്യക്തി ഓർക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണോ അവസാന സമയത്ത് ഓർക്കുന്നത് അതായിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ അവസാന സമയത്ത് ഭഗവാനെ കുറിച്ച് ഓർക്കാൻ സാധിക്കും? അതിനുള്ള വിദ്യകളൊക്കെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. പരമപദപ്രാപ്തി എന്നുള്ള അധ്യായത്തിൽ. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഈ അധ്യായത്തിലെ